ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ചേർന്നിട്ടുള്ളത്. ഇവിടെ CPM-ന്റെ ഏരിയ സെക്രട്ടറി KS അശോകന്റെ നേതൃത്വത്തിൽ നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഗ്രൗണ്ട് എന്നുള്ളത്. നമ്മുടെ യുവ തലമുറയെ കായിക മത്സരങ്ങളിലൂടെ അതിലേക്ക് ആകർഷിച്ച് അവരെ നല്ല രീതിയിൽ ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ ഗവൺമെൻറ് തയ്യാറാക്കി നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഈ ഗ്രൗണ്ടിന് അനുമതി ലഭിക്കുകയുണ്ടായി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 50 ലക്ഷം രൂപ, ഗ്രാമപഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപ, അതുപോലെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതികൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ രേഖകൾ പരിശോധിച്ചിട്ടാണ് ഇതിൻ്റെ സാങ്കേതിക അനുമതിയും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആ വികസന പ്രവർത്തനത്തെ, നമ്മുടെ നാടിന് ഉപകാരപ്രദമാകുന്ന വികസന പ്രവർത്തനത്തെ തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് CPM നേതൃത്വം കൊടുത്തുകൊണ്ട് ആദിവാസി ക്ഷേമ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയെ വിവാദമാക്കിക്കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളോട് തുറന്നു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം നടക്കുന്നത്. ഞാൻ ചാലക്കുടിയുടെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയാണ്. അതിരപ്പള്ളിയിലെ 6 ആദിവാസി ഊരുകൾക്കാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 1 കോടി രൂപ അംബേദ്കർ ഭവന നിർമ്മാണ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞിട്ടും കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലൊന്നും വൈദ്യുതി എത്താതിരുന്ന, ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന വെട്ടുകാട് കോളനിയിലേക്ക്, ആദിവാസി ഊരിൽ ഉന്നതിയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞത് ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ്. ഒരു 90 ലക്ഷം രൂപ ചെലവഴിച്ചാൽ അവിടെ വൈദ്യുതി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കൊക്കെ വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത്രയും വർഷക്കാലമായിട്ടും അവിടെ വൈദ്യുതി എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആ പ്രദേശത്ത് വൈദ്യുതി എത്തിച്ചു. അതുപോലെ തന്നെ അടിച്ചിത്തൊട്ടി അവിടെ റോഡിൻ്റെ നിർമ്മാണം നമ്മൾ പൂർത്തിയാക്കി. കഴിഞ്ഞ പ്രളയ കാലഘട്ടത്തിൽ ആദിവാസി അന്ന് ഉരുൾപൊട്ടലിൽ എല്ലാ ഭൂമിയും നഷ്ടപ്പെട്ട 22 ആദിവാസി കുടുംബങ്ങൾ വന്യമൃഗങ്ങളുള്ള കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ഭൂമി ലഭ്യമാക്കി അവർക്കിപ്പോൾ വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാരും ഇവിടുത്തെ പ്രത്യേകിച്ച് പിന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് എതിരായിട്ടുള്ള ആളുകളല്ല. വളരെ സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇവിടെ എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തയ്യാറാണ്. നമുക്ക് ലഭിച്ച രേഖകളുടെ അനുസരിച്ചിട്ടാണ് ഈ പദ്ധതി എന്ന് പഞ്ചായത്ത് നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് കൊടുക്കുകയും ഗവൺമെൻറ് രേഖകളൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രൗണ്ട് എന്നുള്ളത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇത് ആദിവാസി ഭൂമിയാണെങ്കിൽ ഇത് ഏറ്റവും അധികം ഉപകാരപ്രദമാകുന്നത്, ഇപ്പം നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം, അത് കാട് പിടിച്ച് ഇവിടെ അനാശാസ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന, കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അവരുടെ ഭൂമിയാണെങ്കിൽ അവരാണ് ഇവിടെ ഈ ഗ്രൗണ്ടിൽ, ഇത് ഗ്രൗണ്ടായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്, അവരാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പരിക്കേൽക്കാതെ ഏറ്റവും നല്ല രീതിയിൽ കളിക്കാൻ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഈ പ്രദേശത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരാണ് ഇവിടെ കളിക്കുന്നത്. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൗണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് തിരിച്ചറിയാതെ ഇവിടെ ഇതിനെ ഈ രീതിയിൽ തുറന്നു വെക്കുകയാണ്. അത് തിരിച്ചറിയണമെന്നാണ് ആവശ്യപ്പെട്ടത്. പിന്നെ എന്താണ് ഈ ഭൂമി പഞ്ചായത്തിൻ്റെ ആസ്തി രേഖയിൽ വന്നത്? CPM-ന്റെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി KS അശോകൻ
അദ്ദേഹം ഈ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ പാലക്ക ഗ്രൗണ്ടിനെ പഞ്ചായത്തിന്റെ ആസ്തി രേഖകൾ ഉൾപ്പെടുത്തിയത്. അപ്പോ ആ വസ്തുത ഇവിടെ നിലനിൽക്കെ ഇവിടെ ഇരിക്കുന്ന UDFന്റെ ഭരണസമിതി അല്ല, ഇപ്പോ ഡെന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴോ അല്ലെങ്കിൽ റിജു മാവേലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴോ ജെയിംസ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴോ അല്ല ഈ ഭൂമിയെ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുത്തിയത്. ഈ പഞ്ചായത്ത് KS അശോകൻ എന്ന് പറയുന്ന CPMന്റെ ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ആദിവാസി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മീറ്റിംഗ് കൂടി ഇവിടെ സമരം ചെയ്യാൻ ആയിട്ട് നേതൃത്വം കൊടുക്കാൻ അതിന് ഈ പദ്ധതിക്ക് തുടങ്ങി വെക്കുന്ന CPMന്റെ ഏരിയ സെക്രട്ടറി KS അശോകൻ പഞ്ചായത്തിന്റെ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഈ ഭൂമി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിൽ പരിശോധിക്കാം. 2006 ഈ വസ്തുതകളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ആടിനെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് പോലെ വസ്തുതകളെ വിസ്മരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രൗണ്ട് കൊണ്ട് ഏറ്റവും അധികം ഗുണം കിട്ടുന്നത് ഈ പ്രദേശത്ത് താമസിക്കുന്ന ഇവിടെ കളിക്കുന്ന ഇവിടുത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ്. അവർക്ക് കളിച്ചു വളരാൻ വേണ്ടിയിട്ടാണ്, ഈ നാടിന് വേണ്ടിയിട്ടാണ്. ആ വസ്തുതകളെ ഞങ്ങളാരും ഈ ഭൂമി കയ്യേറാനോ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനോ ഒന്നും ശ്രമിക്കുന്ന ആളുകളല്ല. ഈ ഭൂമി ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കാട് പിടിച്ച് ഇവിടെ പട്ടിയും അതുപോലെ തന്നെ മയക്കുമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രമായിട്ട് ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ പ്രദേശം അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിന്റെ പ്രാന്തപ്രദേശങ്ങൾ അത് വൃത്തിയാക്കുക, അത് കളിക്കാനായിട്ട് ഉപകാരപ്രദമാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് സർക്കാരിന്റെ പദ്ധതിയാണ്, ഞങ്ങളുടെ ആരും പദ്ധതിയല്ല, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി ഞങ്ങളാരും ഇവിടെ കയ്യേറാൻ വന്ന ആളുകളല്ല, കയ്യേറുന്നുമില്ല. ആ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. അത് ഇപ്പോൾ റവന്യൂ രേഖകളിൽ കിടക്കുന്നതും പഞ്ചായത്തിന്റെ രേഖകളിൽ കിടക്കുന്നതും ഒക്കെ ഇനി ഏതെങ്കിലും തരത്തിൽ ആദിവാസി വിഭാഗത്തെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നാമത് മറുപടി പറയേണ്ടത് CPMന്റെ ഏരിയ സെക്രട്ടറി KS അശോകനാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന KS അശോകനാണ്. അയാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുത്ത് പോലീസ് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഈ വസ്തുത ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് മാത്രം. ആദിവാസികളുടെ ഭൂമിയാണെങ്കിൽ ഇത് പണിതിട്ട് ആരും കൊണ്ടുപോകണല്ലോ, അവർക്ക് ഉപയോഗിക്കാമല്ലോ. ആരാണത്? ഇതിപ്പോ ഗ്രൗണ്ടായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് പഞ്ചായത്ത് രേഖകളിൽ മുഴുവൻ ആദിവാസി രേഖയായിട്ടില്ല, പഞ്ചായത്തിന്റെ ആസ്തിയിലാണ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ വില്ലേജ് രേഖകളിൽ പുറമ്പോക്കായിട്ടാണ് കിടക്കുന്നത്, താലൂക്ക് രേഖകൾ പുറമ്പോക്കായിട്ടാണ് കിടക്കുന്നത്. ഇനി അവരുടെ ആണെങ്കിൽ അവർക്ക് എടുക്കാം, അതിന് തടസ്സം നിൽക്കുന്നത്, ഞങ്ങളാരും തടസ്സം നിൽക്കുന്നില്ല. അവർക്ക് ഈ പ്രദേശം വൃത്തിയാക്കി കിട്ടുന്നു, അവർക്ക് കളിക്കാം, അവർക്കും കളിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഞങ്ങളാരും MLA ഇവിടെ വന്ന് കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, വേറെ ആരെങ്കിലും കോൺഗ്രസ്സുകാരെങ്കിലും വന്ന് കളിക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് തോന്നുന്നില്ല. അത് ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാം, അതിന്റെ ഏറ്റവും ഗുണഭോക്താക്കൾ അവരാണ്, അവർക്ക് കളിക്കാം. ആർക്കാ തടസ്സം? ഒരു തർക്കമില്ല. ഇവിടെ കുട്ടികൾക്ക് ഓടിക്കളിക്കുന്ന ഈ മനോഹരമായ ഗ്രൗണ്ട് പണിത് അത് ഈ നാടിന്റെ സ്വപ്നമാണ്. ഇവിടെ കളിക്കുന്ന ST വിഭാഗത്തിൽപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട ജനറൽ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികളും തർക്കമാണ്. ഇപ്പൊ ഇതിലേക്ക് കയറാത്ത രീതിയിൽ അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഉള്ളാട മഹാസഭയുടെ ഒരു കൊടി ഉയർത്തിയിട്ടുണ്ട്, കൊടിക്കാലി ഉയർത്തിയിട്ടുണ്ട്. ഇത് 1960 സ്ഥാപിച്ച കോളനിയാണ്. അന്ന് ഈ കോളനിയുടെ പേര് എടുക്കുന്നത് വെൽഫെയർ ചട്ടിക്കുളം മാരാമൂർ വെൽഫെയർ കോളനി എന്നാണ്. 23 ഉള്ളാട സമുദായത്തിൽപ്പെട്ടവരും 4 പുലയരും 2 ഇഴവരും 1 നായരും അടങ്ങുന്ന ആളുകളാണ് ഈ 30 കുടുംബങ്ങൾ. എന്നിട്ട് ഇത് ഇവിടെ ഗ്രൗണ്ടിൽ കൊണ്ട് ഉള്ളാട മഹാസഭയുടെ കൊടി ഉയർത്തിയാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഒഴിവാക്കണം. കുട്ടികൾ കളിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കി കൊടുക്കണം. ഇതിവിടെ ഒരു കുട്ടി വീണ് എന്ത് ചർച്ചയ്ക്കും ഞങ്ങൾ പഞ്ചായത്ത് തയ്യാറാണ്. കളക്ടർ ഇവിടെ വന്നിരുന്നു, ഒരു 4 ദിവസം മുമ്പ് കളക്ടർ വന്നിരുന്നു. കളക്ടർ ഇവർ പരാതി കൊടുത്തതിന്റെ ബേസിൽ വന്നാണ്. കളക്ടർ പറഞ്ഞ ഇവിടെ പണിയുന്ന ഗ്രൗണ്ടല്ലേ, നിങ്ങൾക്ക് എന്താ തടസ്സം, അത് കുട്ടികൾ കളിക്കാനല്ലേ, അത് തുടരട്ടെ എന്ന നിലപാടാണ് കളക്ടർ എടുത്തത്. ട്രൈബൽ ഓഫീസർ, MLA, പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇത് മീറ്റിങ്ങുകൾ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എടുത്ത നിലപാട് ഗ്രൗണ്ടാണ് പണിയുന്നത്. ഇവിടെ ടർഫില്ല, ഓപ്പൺ ഗ്രൗണ്ടാണ്.
ഇവിടെ ഇവർ പറഞ്ഞു വരുന്നത് ടർഫാണ് പണിയുന്ന പഞ്ചായത്ത് പൂട്ടിപ്പോകുന്നതാണ്. ഒരു ടർഫില്ല, ഓപ്പൺ ഗ്രൗണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന മുഴുവൻ വാർഡ് സഭകളിലും അതുപോലെ ഗ്രാമസഭകളിലും ഊരുകൂട്ടങ്ങളിലും ഒക്കെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും പല പ്രാവശ്യം പല ആവർത്തി ആവശ്യപ്പെട്ടനുസരിച്ചാണ് നമ്മളിങ്ങനെ പ്രൊപ്പോസലോട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പറയുന്ന യാതൊരു തരം ആശങ്ക ഇവിടെ ഇല്ല. നേരത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ ഇത് വില്ലേജ് രേഖകളിലും എല്ലാം പുറമ്പോക്കാണ്. അത്തരത്തിലുള്ള പുറമ്പോക്കുകൾ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം പഞ്ചായത്ത് നിക്ഷിപ്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അന്നത്തെ എനിക്ക് തോന്നുന്ന ഏരിയ സെക്രട്ടറി എന്നിട്ടുള്ള ഈ പറയുന്ന അശോകനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. ഇപ്പോൾ അതിന് വിരുദ്ധമായിട്ട് പഞ്ചായത്ത് ആസ്തിയിലുള്ള വസ്തുവിൽ ഒരു പദ്ധതി കൊണ്ടുവന്ന് അത് നിർവഹണം നടത്താനായിട്ട് എന്തിന്റെ പേരിലാണ് തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാവില്ല. ഇന്നലെ ഇവിടെ ഒരു പ്രകടനം നടന്നു. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഗ്രൗണ്ട് വരുന്നത് ഞങ്ങൾക്ക് തടസ്സമില്ല, പക്ഷെ ആദിവാസികളുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടാകരുത് ഗ്രൗണ്ട് കൊണ്ടുവരുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ആദിവാസികളുടെ ഭൂമിയല്ല, അത് ആദ്യം തന്നെ മനസ്സിലാക്കട്ടെ. ആദിവാസികളുടെ ഭൂമിയാണെങ്കിൽ അവരുടെ തന്നെയാണ്, സംശയമില്ല. പക്ഷെ രേഖകൾ പ്രകാരം ഇതുവരെയും എവിടെയും നമ്മൾ അന്വേഷിച്ചിടത്തൊക്കെ ഇത് വില്ലേജ് പുറമ്പോക്കാണ്. വില്ലേജ് പുറമ്പോക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചായത്ത് നിക്ഷിപ്തമാണ്. അത് കൃത്യമായിട്ട് സർക്കാരിനെ അറിയിച്ചതനുസരിച്ച് സർക്കാരിന്റെ കൂടി പരിശോധനയ്ക്ക് ശേഷമാണ് ഇതിന് അംഗീകാരം കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ എൻ്റെ TSഉം ഈ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് 1 കോടി രൂപ പദ്ധതിക്ക് വേണ്ടി നീക്കിവെക്കുകയും അതനുസരിച്ചുള്ള കരാറ് ഒപ്പിടുകയും ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ടും ഇതിന് പൊളിറ്റിക്സ് ആണ്. 5 വർഷമായിട്ട് LDFന് പറ്റാത്ത കാര്യം UDF വന്നപ്പോൾ അവർ ചെയ്ത് ബഹുമാനപ്പെട്ട MLAക്ക് ക്രെഡിറ്റ് പോകരുതെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നത്. എത്ര പാവപ്പെട്ട ആളുകളെ ഈ പ്രദേശത്തുള്ളത്, ഒരുപാട് ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കളക്ടർ വന്നപ്പോൾ തന്നെ പറയുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രദേശത്തുള്ളതാണ്. ഇതിനൊക്കെ പരിഹാരം എന്താണ്? നമ്മുടെ കുട്ടികൾ നന്നായി കളിച്ചു വളരണം. ഈ പ്രദേശത്തുള്ള ആദിവാസികളായിട്ടുള്ള കുട്ടികൾ നമ്മുടെ മുഴുവൻ പൊതുസമൂഹത്തിലെ ആളുകൾ കളിച്ചു വളരാനായിട്ടുള്ള അവസരം ഉണ്ടാകും. അതിനാണ് ഇവർ തടസ്സപ്പെടുത്തുന്നത്. ഇത്രയും ബൃഹത്തായിട്ടുള്ള പദ്ധതി നേരത്തെ ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞില്ലേ, ഇതൊന്നും ആരും അടച്ചുപൂട്ടുന്നില്ല. ഗേറ്റ് ഇല്ല, ചുറ്റുമതിലില്ല, ഫെൻസിങ്, ഒരു ഭാഗത്ത് കുറച്ച് ഗാലറികൾ, ഫ്ലഡ് ലൈറ്റുകൾ, ഇത്ര മാത്രമാണ് ഈ പ്രൊജക്റ്റിലുള്ളത്. ഇതുപോലും ഇപ്പം ഇത് ഗ്രൗണ്ടാണ്, ഇത് ആദിവാസികളുടെ ഭൂമി കയ്യേറുന്ന സ്ഥിതിയില്ല. ഇവിടെ കുടിലില്ല, കൃഷിയില്ല, അതൊന്നുമില്ല. ഗ്രൗണ്ടായി കിടക്കുന്ന ഈ ഗ്രൗണ്ടിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണം, നവീകരിക്കുന്നു, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ഇവിടെയുള്ള ആദിവാസികൾക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടല്ലേ? എന്തുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത് തിരിച്ചറിയാത്തെന്നുള്ള രസം. അപ്പം അതുകൊണ്ട് അവരത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ സാമാന്യ ജനത്തിന് പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു വലിയ പദ്ധതി എന്ന നിലയിൽ ഏറ്റെടുക്കാനായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് ചർച്ചയ്ക്കും നമുക്കൊന്നും വിളിച്ചു വെക്കാനില്ല. കാരണം നമ്മൾ ആരുടെങ്കിലും ഭൂമി കൈയേറിക്കൊണ്ട് അവിടെ അവിഹിതമായിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്ന് അവിടെ കൈയേറി പ്രവർത്തിക്കുന്നല്ല. ടർഫില്ല എന്നുള്ളില്ല, പിന്നെ വേറെ കാര്യമായിട്ട് എന്ത് പോകുന്നത്